1979 ഇറാൻ ഖുമൈനിയുടെ നേതൃത്വം നടന്നുള്ള ഇറാൻ വിപ്ലവത്തിന് ശേഷം അന്നു മുതൽ ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമം അമേരിക്കയുടെയും ബ്രിട്ടൻ്റെയും നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കാരണം വെച്ചാൽ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഭരണാധികാരി പഹ്ലവി ഭരണകൂടം എന്ന് പറയും, റിസാ ഷാ പഹ്ലവിയുടെ ഭരണകൂടം. അത് ഒരു കുടുംബാധിപത്യമായിരുന്നു, ഒരർത്ഥത്തിലൊരു മണാർക്കിയായിരുന്നു. അമേരിക്കയ്ക്ക് സമ്പൂർണ്ണമായിട്ട് വിധേയപ്പെട്ട ഒരു ഭരണകൂടമായിരുന്നു. അവരുടെ ഓയിൽ റിസർവുകളിൽ അമേരിക്കയ്ക്കും ബ്രിട്ടീഷ് പെട്രോളിയം കമ്പനിയായിരുന്നു ഏറ്റവും അധികം എണ്ണ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ ഖുമൈനിയുടെ നേതൃത്വ വിപ്ലവം നടന്നതോടുകൂടി അമേരിക്കയും ബ്രിട്ടനും ആ ഒരു ആക്സസ് നഷ്ടപ്പെട്ടു. അന്ന് മുതൽ ആ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അങ്ങനെയാണ് അന്ന് സദാം ഹുസൈൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭരണാധികാരികളിൽ ഒരാളായിരുന്നു. സദാം ഹുസൈന് സർവായുധങ്ങളും നൽകി ഇറാനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു. 10 വർഷം നീണ്ടുവന്ന ഇറാൻ ഇറാഖ് യുദ്ധം ആധുനിക ലോക ചരിത്രത്തിലെ ഏറ്റവും ദുരന്ത പര്യവസായിട്ടുള്ളൊരു സംഭവമാണ്. 10 വർഷം യുദ്ധം ചെയ്യുന്നു, ലക്ഷക്കണക്കിന് ആളുകൾ ഇരുപക്ഷത്തു നിന്നും മരിച്ചു വീഴുന്നു. പക്ഷേ നോക്കൂ, ഒരു വിപ്ലവ ഭരണകൂടം രൂപപ്പെട്ട് കഴിഞ്ഞാൽ അത് ഒരു യുദ്ധത്തെ നേരിടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായിരിക്കും. കാരണം ഒരു സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റീവ് പീരീഡിൽ തന്നെ മാരകമായ ഒരു യുദ്ധത്തെ അഭിമുഖീകരിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഷ്ടമുള്ള കാര്യമാണ്. പലപ്പോഴും അത് സർവൈവ് ചെയ്യാൻ പറ്റില്ല, തകർന്നു പോകും. പക്ഷേ ഇറാൻ തകർന്നില്ല. ഖുമൈനിയുടെ ലീഡർഷിപ്പ് ഇതിൽ വളരെ പ്രധാനമായിരുന്നു. എന്ന് മാത്രമല്ല, ആ സമയത്തൊരു യുദ്ധം അടിച്ചേൽപ്പിക്കപ്പെട്ടപ്പോൾ ഇറാനിയൻ ജനത സമ്പൂർണ്ണമായി ഭരണകൂടത്തോടൊപ്പം നിൽക്കുകയും ആ ഒരു ദേശീയമായിട്ടുള്ള ഒരു ഐക്യബോധം വളരെ വലിയ തോതിൽ അവർ ഉണർന്നു വരികയും ചെയ്തു. അപ്പോൾ ഇന്നത്തെ ഇറാൻ്റെ ഒരു നാഷണൽ ഐഡൻറ്റിറ്റി രൂപപ്പെടുന്നതിൽ 2 പ്രധാനപ്പെട്ട ഘടകങ്ങൾ, ഒന്ന് 79 ഇറാനിയൻ വിപ്ലവവും, രണ്ടാമത് ഈ 10 വർഷത്തെ ഇറാൻ ഇറാഖ് യുദ്ധമാണ്. അപ്പോൾ അത് സൃഷ്ടിച്ച ഒരു ഊർജ്ജമുണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രവേഗ ശക്തിയിലാണ് പിന്നെ ഇറാൻ മുന്നോട്ട് പോകുന്നത് വലിയ തോതിൽ. അതിനുശേഷം അവർക്ക് എല്ലാ നിലക്കുള്ള ഉപരോധമുണ്ട്. ഇപ്പോൾ ഉപരോധത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ സയൻറ്റിഫിക് റിസർച്ചുകൾ ശരിയായ വിധം നടത്താൻ പറ്റില്ല. പുതിയ ഉപകരണങ്ങൾ, ആയുധങ്ങൾ, വാഹനങ്ങൾ അതൊന്നും ലഭ്യമാകില്ല. അതൊക്കെ അതിൻ്റെ പാർട്സുകളും അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലഭ്യമാക്കാൻ വലിയ തോതിൽ പ്രയാസപ്പെടുകയും എക്കണോമി തകരുകയും ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ ഇറാൻ എന്ന് പറഞ്ഞാൽ സ്വന്തമായി കാര്യങ്ങൾ വികസിപ്പിക്കാൻ തുടങ്ങി. വലിയ തോതിൽ അവർ മുന്നോട്ട് പോയി. സ്വന്തം നിലക്ക് തന്നെ നമ്മൾ പറയുക സ്വാശ്രയത്വമുള്ള ബലമുള്ള സ്വാശ്രയത്വമുള്ള ഒരു രാജ്യമായി മുന്നോട്ട് പോയി. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഇപ്പോൾ നമ്മൾ കാണാൻ 79 വിപ്ലവത്തിന് ശേഷം ഇപ്പോൾ എത്ര വർഷമായി? 40 വർഷം കഴിഞ്ഞു അല്ലേ? 79 എന്ന് പറയുമ്പോൾ 45 വർഷമായി. 45 വർഷം കഴിഞ്ഞു. ഒരു ജനറേഷൻ മാറിക്കഴിഞ്ഞു അല്ലേ? പുതിയ തലമുറ വന്നു. അപ്പോൾ പുതിയ തലമുറ വരുമ്പോൾ അവരെ സംബന്ധിച്ച് അവർക്ക് ഇറാനിയൻ റവല്യൂഷൻ, ഖുമൈനി, അന്ന് നടന്നുള്ള ധീരമായ ചെറുത്തുനിൽപ്പ്, അതൊന്നും അവരുടെ ഓർമ്മയില്ല. അവർ ജീവിക്കുന്ന കാലം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഡെവസ്റ്റേറ്റഡ് എക്കണോമി, അതാണ് അവരെ സംബന്ധിച്ച് മുമ്പിലുള്ളത്. ഉന്തുവണ്ടിയിൽ കൊണ്ടുപോകണം പണം, ആ നിലക്കുള്ള പണപ്പെരുപ്പം, വലിയ തോതിലുള്ള അവർ പുറം ലോകവും കാണുന്നുണ്ട്. പുറം ലോകത്തുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നില്ല. വലിയ തോതിലുള്ള പ്രയാസങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കം. അപ്പോൾ അത് അവരെ വലിയ തോതിൽ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട്. ഭരണകൂടത്തിനെതിരായിട്ടുള്ള വികാരമായിട്ട് അത് മാറുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ ഒരു സാമ്പത്തികമായ ഞെരുക്കവും പ്രയാസവും ഉണ്ടാകുന്നത്? അത് ഉപരോധം കാരണമാണ്. ഉപരോധം മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കുന്നതാണ്. പക്ഷേ ഇത് സൈദ്ധാന്തികമായി ശരിയായിരിക്കും തന്നെ പ്രായോഗികമായി ഈ പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല. നമ്പർ 1. രണ്ടാമത്തെ സംഗതി, നമ്മൾ വെനസ്വേലയുടെ കാര്യത്തിൽ ആണാകട്ടെ ഈ നിലക്ക് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ ലോകരാജ്യങ്ങളിലെയും ഒരു കോമൺ പാറ്റേൺ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തേക്ക് ഈ ആഭ്യന്തര ജനാധിപത്യം എന്ന് പറയുന്നത് വളരെ വീക്കായിരിക്കും. നമ്മൾ മദുറോയെക്കുറിച്ച് പറയുമ്പോഴും ഈ കാര്യത്തിൽ മദുറോ വീക്കാണ്. അവിടുത്തെ പ്രതിപക്ഷ സ്വരങ്ങളെ ഏത് നിലയിലാണ്, അത് ഷാവേസും അങ്ങനെ തന്നെയായിരുന്നു. അതിന് ഒരു ഡെമോക്രാറ്റിക് സ്പേസ് നൽകുക, ആ ഒരു വിശാലത നൽകുക എന്ന് പറയുന്നൊരു സംഗതി അവിടെ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ലോകത്ത് അമേരിക്കൻ വിരുദ്ധ രാഷ്ട്രീയത്തിൻ്റെ കുന്തമുന എന്ന് പറയാവുന്ന ആളായിരുന്നു മുഅമ്മർ ഖദാഫി. ഡോളറൈസേഷൻ പ്രോജക്റ്റ് അതുപോലും ലോകത്ത് പറഞ്ഞു തുടങ്ങിയ ആളാണ് ഈ ഖദാഫി. ലിവിങ് സ്റ്റാൻഡേർഡ്സ് നോക്കിയാൽ ലോകത്തെ ഏറ്റവും സമ്പന്നമായ ജീവിത നിലവാരം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ നിലക്കും അവർ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇൻറ്റേർണൽ ഡെമോക്രസി എന്ന് പറയുന്ന സംഗതി പുള്ളി ഒരു തരിമ്പും അനുവദിച്ചിരുന്നില്ല. സദാം ഹുസൈൻ അമേരിക്ക വളർത്തിയ ഒരാളാണ്. ലേറ്റർ സ്റ്റേജിൽ അയാൾ അമേരിക്കൻ വിരുദ്ധനാകുന്നു. ലോകത്തെ സാമ്രാജ്യത്വ വിരുദ്ധത്തിൽ അടയാളമായിട്ട് മാറുന്നു. നമ്മുടെ നാട്ടിൽ പോലും ആഘോഷിക്കപ്പെടുന്നു. അപ്പോഴും അദ്ദേഹം ആഭ്യന്തര രംഗത്ത് കടുത്ത സ്വേച്ഛാധിപതിയായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഇത് ഈ നിലയിലുള്ള ഭരണകൂടങ്ങൾക്കൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണ്. അപ്പോൾ ആഭ്യന്തര ജനാധിപത്യത്തിൻ്റെ ദൗർബല്യം അത് മിക്ക ഈ അമേരിക്കൻ വിരുദ്ധ സമീപനം സ്വീകരിക്കുന്ന ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. എന്ന് വെച്ചാൽ അമേരിക്കൻ അനുകൂല രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക നേരത്തെ നിഷാദിനെ കുറിച്ച് സൂചിപ്പിച്ചു, അമേരിക്ക തീറ്റിപ്പോറ്റുന്ന ലോകത്ത് ഒരുപാട് മൊണാർക്കീസ് ഉണ്ട്, സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുണ്ട്. അതെന്താണ്? അവിടെ അമേരിക്ക ജനാധിപത്യത്തെക്കുറിച്ച് ഒരു താല്പര്യം ഉണ്ടാവില്ല. കാരണം അവർ അമേരിക്കക്ക് വിധേയമായി നിൽക്കുന്ന ആളുകളാണ്.